ബൂം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മുടെ മുമ്പിലുള്ളതാണ് നമ്മുടെ KTMൻ്റെ 2024 വേർഷൻ ഡ്യൂക്ക് 200. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് നമ്മുടെ ചാനലിൽ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഒരു റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഷോറൂമിൽ വന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന പറയുമ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ സ്പെക്ക് എന്താണ്, ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കും നമ്മൾ. പിന്നെ ഈ ഒരു ബൈക്ക് EMI എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നതെന്ന് വരെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് ആദ്യം മുതൽ കാണാൻ ശ്രമിക്കുക ഗൈസ്. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ റിവ്യൂ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട് സെക്ഷനിൽ തുടങ്ങുമ്പോഴത്തേനും ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഇപ്പോൾ നമുക്ക് വന്നിട്ട് മുമ്പ് 390 വന്നുകൊണ്ടിരുന്ന കണക്കുള്ള ഹെഡ്ലൈറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ്. നമുക്ക് 6 പാക്ക് LED ഹെഡ്ലൈറ്റാണ് ഫ്രണ്ടിൽ വരുന്നത്. ഫ്രണ്ട് ടയർ വന്നിട്ട് നമുക്ക് MRFൻ്റെ ടയേഴ്സാണ് വരുന്നത്. ഒരു മാറ്റമില്ല, MRFൻ്റെ ടയേഴ്സ് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ട് സസ്പെൻഷൻ വന്നിട്ട് USD സസ്പെൻഷനാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു WPൻ്റെ സസ്പെൻഷനാണ് വരുന്നത്. നല്ല ട്രാവലുള്ള അത്യാവശ്യം നല്ലൊരു സസ്പെൻഷനാണ് നമുക്ക് ഈ ഒരു ബൈക്കിൽ വരുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഈ ഒരു ബൈക്കിൻ്റെ സൈഡ് പ്രൊഫൈൽ. വേറെ മാറ്റമൊന്നുമില്ല. നമുക്ക് നേരത്തെ 200 വരുന്ന ആ ഒരു സൈഡ് പ്രൊഫൈൽ തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ എൻജിൻ സ്പെക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ 199.9 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOEC എഞ്ചിനാണ് വരുന്നത്. ഇപ്പം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് വരുന്നത്. പവർ ഫിഗേഴ്സ് വന്നിട്ട് 10,000 RPM 25 PS ആണ് ഈ ഒരു ബൈക്കിൻ്റെ പവർ. പിന്നെ നമുക്ക് 8,000 RPM 19.4 Nm ടോർക്കും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദി പവർഫുൾ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു മെഷീനായിട്ട് നമ്മുടെ KTMൻ്റെ ഡ്യൂക്ക് 200 കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ബൈക്കിൽ വന്നിട്ട് നമുക്ക് ഒരു അണ്ടർ ബെല്ലി എക്സോസ്റ്റാണ് വരുന്നത്. അപ്പം എക്സോസിൻ്റെ സൗണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം. ബാക്കി എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അലുമിനിയം സ്വിംഗ് ആം കാണാൻ പറ്റും. പിന്നെ ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. ബ്രേക്കിംഗ് സിസ്റ്റം വന്നിട്ട് നമുക്ക് ഒരു ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ട് ഡിസ്ക് ബ്രേക്സ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ബാക്ക് ബ്രേക്ക് വന്നിട്ട് 300 mm, ഫ്രണ്ട് വന്നിട്ട് 230 mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് വിത്ത് ഡ്യുവൽ ചാനൽ ABS. ബാക്കിലും MRFൻ്റെ ടയേഴ്സാണ് വരുന്നത്. നമുക്കിവിടെ നമ്മുടെ മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ടെയിൽ സെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് KTMൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നോർമലി പ്രീവിയസ് മോഡലിനൊക്കെ വരുന്ന കണക്ക് തന്നെ നമ്മൾ 250 വരുന്ന കണക്ക് തന്നെ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് സ്റ്റിഫായിട്ടുള്ള സീറ്റാണ്. ബട്ട് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് നോർമലി നമ്മുടെ KTMൻ്റെ ബൈക്സിൽ വരുന്ന രീതിയിലുള്ളൊരു സീറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ബൈക്ക് വന്നിട്ട് ഇവിടെ E20 എമിഷൻ കാണാൻ പറ്റും. നമുക്കത് BS6 എമിഷൻ സ്റ്റാൻഡേർഡാണ് കാണിക്കുന്നത്. E20 സ്റ്റാൻഡേർഡ് നമുക്ക് ഓക്കെ. ഇതാണ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഗൈസ്. എന്തായാലും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ EMI ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഈ ഒരു സിൽവർ കളറിലുള്ള ഈ ഒരു ഹാൻഡിൽ ബാർ വന്നിട്ട് നമുക്ക് 200 വരുന്നത്. 250 വന്നിട്ട് ബ്ലാക്ക് കളറാണ് വരുന്നത്. 250 പിന്നെ 390 ആകുമ്പോഴത്തേനും ക്ലിപ്പ് ഓൺസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു മേജർ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ജസ്റ്റ് മീറ്റർ ഓൺ ആക്കി നോക്കാം. മീറ്റർ ഓൺ ആക്കുമ്പോഴും നമുക്ക് നോർമലി നമ്മുടെ ബൈക്കുകളിലൊക്കെ വരുന്ന കണക്ക് തന്നെയാണ് മോഡ് വരുന്നത്. ഇവിടെ ABSൻ്റെ ഇത് കാണാൻ പറ്റും, അല്ല ഓഡോമീറ്റർ കാണാൻ പറ്റും, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ RPMൻ്റെ ഇൻഡിക്കേഷൻ, നമുക്ക് സ്പീഡോമീറ്റർ കാണും, ഫ്യൂവൽ ഗേജ്, പിന്നെ വണ്ടിയുടെ ടെമ്പറേച്ചറിൻ്റെ ഇത്. പിന്നെ മോഡ്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പ് 1 ഉണ്ട്, ട്രിപ്പ് 2 ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് സൂപ്പർ മോട്ടോ മോഡ് ഉണ്ടെന്നാണ്. ഇപ്പോൾ റോഡ് മോഡാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് സൂപ്പർ മോട്ടോ മോഡായി. സൂപ്പർ മോട്ടോ മോഡ് എന്ന് പറയുമ്പോഴത്തേനും റിയർ ABS വന്നിട്ട് ഓഫ് ആയിരിക്കും. അത്രേ ഉള്ളൂ ഡിഫറൻസ്, അല്ലാതെ വേറെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അത് നമുക്ക് ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സാധനം യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് വീണ്ടും ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോങ് പ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റോഡ് മോഡിലോട്ട് വരും. 2 റൈഡിങ് മോഡാണ് ഇതിനുള്ളത്. ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ട് ഈ രീതിയിലാണുള്ളത്. അപ്പം നമുക്ക് വണ്ടി ഓൺ ആക്കിയപ്പോഴത്തേനും DRLs കാണാൻ പറ്റും. അത്യാവശ്യം നമുക്ക് നമ്മുടെ 390 വരുന്ന കണക്കുള്ള ഒരു ഹെഡ്ലൈറ്റാണ്. പിന്നെ ഗൈസ്, ബാക്ക് സസ്പെൻഷൻ വന്നിട്ട് നമുക്ക് ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. അത്യാവശ്യം WPൻ്റെ തന്നെ നല്ലൊരു ട്രാവലുള്ള ഒരു സസ്പെൻഷനാണ് ബാക്കിലും വരുന്നത്. പിന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത്, നിങ്ങളിപ്പോൾ ഈ ഒരു ബൈക്ക് എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് EMI ഡീറ്റെയിൽസ് അറിയണമായിരിക്കും. നമുക്ക് ഡ്യൂക്ക് 200 ഒരു ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് 25,000, ഒരു 25-30 ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാം. അതേസമയത്ത് ഡ്യൂക്ക് 250 ആണെന്നുണ്ടെങ്കിൽ ഒരു 30-35 ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാം. ഇനി ഇതിൻ്റെ മന്ത്ലി അടയ്ക്കേണ്ട ഒരു റേറ്റ് വന്നിട്ട് നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് വന്ന് ഇവിടെ ഷോറൂമിൽ വന്ന് അവരുടെ HDFC ആയിട്ടോ അല്ലെങ്കിൽ ബജാജ് ആയിട്ടോ ഒക്കെ
ഫൈനാൻസ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനാൻസിൻ്റെ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു കറക്റ്റ് മന്ത്ലി എത്ര പേയ്മെൻറ്റ് ആകുമെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് മെയിൻലി പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ട് 13.5 ലിറ്ററിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്. മാക്സിമം നമുക്ക് ഈ ഒരു ബൈക്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് പെർ ലിറ്റർ 33 കിലോമീറ്റർ പെർ ലിറ്ററാണ് മൈലേജും കാര്യങ്ങളൊക്കെ കമ്പനി ക്ലെയിം ചെയ്തത്. നമ്മുടെ റൈഡിങ് സ്റ്റൈൽ അനുസരിച്ച് ആ ഒരു സാധനം മാറുകയും ചെയ്യും. പിന്നെ പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു ബൈക്കിൻ്റെ ഡൈമെൻഷൻസിനെ പറ്റിയാണ്. ഞാൻ കയറി ഇരുന്നിട്ട് കാണിച്ചു തരാം. അപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ് ഗൈസ്. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൊക്കമുള്ളതുകൊണ്ട് 822 mm ആണ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് വരുന്നത്. പിന്നെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേനും 159 കിലോഗ്രാം വെയിറ്റ് മാത്രമാണ് നമുക്ക് ഡ്യൂക്ക് 200 വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. അപ്പം നമുക്ക് സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഫ്ലിക്ക് ചെയ്ത് എടുത്തുകൊണ്ട് നടക്കാനൊക്കെ പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ് നമ്മുടെ ഡ്യൂക്ക് 200. നിങ്ങൾ എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളൊരു ബിഗിനർ ആണെന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് എടുക്കാം. നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് ബൈക്ക് എടുക്കാൻ നിൽക്കുകയാണ്, KTMൻ്റെ ബൈക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോ ഫോർ ഇറ്റ് ഗൈസ്. ഇതൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ബൈക്കാണ്. ഈ ഒരു ബൈക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ തന്നെ എഴുതി കാണിക്കാം. കാരണം ഓരോരുത്തരും വേരി ചെയ്യും പ്രൈസ്. ഞാൻ ഇവിടെ ചോദിച്ച് കൺഫേം ചെയ്തിട്ട് താഴെ എഴുതി കാണിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഈ ഒരു ബൈക്ക് നമ്മളിപ്പം റിവ്യൂ എടുക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള KTM സാരഥി എന്നാണ്. നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടെ ഇട്ടിരിക്കാം. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് വേണമെങ്കിലും ക്ലിയർ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. അപ്പം ഗൈസ് ഈ ഒരു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അടുത്തൊരു വീഡിയോയിലാണ് സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ബൂം. സോറി ഗൈസ്, ഞാൻ ഈ ഒരു ബൈക്കിൻ്റെ സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടി ഇട്ടിട്ട് വിട്ടുപോയി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സൗണ്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. വണ്ടി ഇപ്പം ന്യൂട്രലാണ്, ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇതാണ് വണ്ടിയുടെ സൗണ്ട്.